എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി ന്യൂമറോളജിയിൽ സൈക്കിക് നമ്പർ 2 കുറിച്ച് നോക്കാം. സൈക്കിക് നമ്പർ 2 എന്ന് പറയുന്നത് 2-ാം തീയതി ജനിച്ച ആളുകൾ, 11-ാം തീയതി ജനിച്ച ആളുകൾ, പിന്നെ അതുപോലെ തന്നെ 20-ാം തീയതി ജനിച്ച ആളുകൾ, 29-ാം തീയതി ജനിച്ച ആളുകൾ, ഇവരൊക്കെ സൈക്കിക് നമ്പർ 2 വരുന്ന ആളുകളാണ്. 2 എന്ന് പറഞ്ഞാൽ സൈക്കിക് നമ്പറിനെ റൂള് ചെയ്യുന്നത് മൂണാണ്. 1 എന്ന് പറഞ്ഞാൽ സണ്ണ്, 2 എന്ന് പറഞ്ഞാൽ മൂൺ. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ മൂണിൻ്റെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ മൂൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് അമ്മയാണ്. അമ്മയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതേ ക്വാളിറ്റീസ് ഈ പേഴ്സൺസിൽ കാണും, ഈ 2 ജനിച്ചവരിൽ കാണും, സൈക്കിക് നമ്പർ 2 ആളുകളിൽ കാണും. അതായത് നമുക്കറിയാം, അമ്മ എന്ന് പറഞ്ഞാൽ വളരെ കെയറിങ് ആണ്, വളരെ നർച്ചറിങ് ആണ്, വളരെ കൈൻഡ് ഹാർട്ടഡ് ആണ്. ഇതൊക്കെയാണ് അമ്മയുടെ പ്രത്യേകത. ഈ പ്രത്യേകതകളൊക്കെ തന്നെ നമുക്ക് ഈ 2 എന്ന് പറഞ്ഞ ആളുകളിൽ കാണാൻ പറ്റും. അവർ ഹൈലി ഇമോഷണലായിട്ടുള്ള ആളുകളാണ്, ഹൈലി ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ആളുകളാണ്, ഹൈലി സെൻസിറ്റീവായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അതവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഒരു കുഞ്ഞിൻ്റെ വിഷമം അമ്മയ്ക്ക് ആ കുഞ്ഞ് പറയാതെ എങ്ങനെ അറിയാൻ കഴിയുന്നു, അതുപോലെ തന്നെ നമ്മളുടെ വിഷമങ്ങൾ, ഇപ്പം നമ്മുടെ സുഹൃത്ത് ഒരാൾ ഈ സൈക്കിക് നമ്പർ 2 ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് വാക്കുകൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്. പലപ്പോഴും ഒരു ഇമോഷൻ വേറൊരു ആൾക്ക് മനസ്സിലാകുന്നത് ഒരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ഹൃദയത്തിനോട് സംവദിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. അപ്പോൾ അതിനുള്ള ഒരു ക്വാളിറ്റി ആർക്കുണ്ട്? ഈ 2 സൈക്കിക് നമ്പറായ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു ഹീലേഴ്സാണ്. അതായത് നമുക്കറിയാം, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. അതുപോലെ തന്നെ സൈക്കിക് നമ്പർ 2 ആളുകൾ, അവരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ വിഷമങ്ങൾ അവരോട് പങ്കുവയ്ക്കാൻ പറ്റും. അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസം കിട്ടും. നമുക്ക് ഒരു കരയാനുള്ള തോളുകളാണ് ഈ 2 എന്ന് പറഞ്ഞ സൈക്കിക് നമ്പറുള്ള ആളുകൾ. അതായത് നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അവസാനം നമ്മൾ ആശ്രയിക്കുന്ന അമ്മയാണ്. എങ്ങനെയാണോ അമ്മയെ നമ്മൾ കെട്ടിപ്പിടിച്ച് കരയുന്നത്, അതുപോലെ നമ്മൾക്ക് നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കാനുള്ള, നമ്മുടെ വേദനകൾ ഇറക്കി വയ്ക്കാനുള്ള ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് സൈക്കിക് നമ്പർ 2 ആളുകൾ. അപ്പോൾ നമ്മൾക്കൊരു സുഹൃത്ത് ഈ സൈക്കിക് നമ്പർ 2 ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് വിചാരിക്കാം. അത്ര ഒരു നല്ല ആളുകളാണ് ഇവർ. ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നന്മ, എല്ലാവർക്കും നല്ലത് വരണം എന്നാണ് ആഗ്രഹം. ഇവർക്ക് അങ്ങനെ ഒരു മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർ തന്നെ അംഗീകരിക്കണമെന്നോ അങ്ങനെയുള്ള തോന്നലുകളൊന്നുമില്ല. എല്ലാവർക്കും നല്ലത് വരണം. ഇവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു സമാധാനത്തിലൂടെയാണ്. അതായത് വളരെ പീസ് ലവിങ് ആളുകളാണ്. ആരുമായിട്ട് വഴക്കിടാൻ ഇവർക്ക് ഇഷ്ടമല്ല. ഒരു ആർഗ്യുമെൻ്റ് ഇവരൊട്ടും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇവർ ഒരാളുമായിട്ടൊരു തർക്കത്തിൽ വരികയാണെങ്കിൽ ആ എതിരാളി പറയുന്നത് തെറ്റാണെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാതിരിക്കാൻ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ വേഴ്സ് ആവാതിരിക്കാൻ വേണ്ടി ഇവരുടെ അഭിപ്രായം സപ്രസ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഇവരുടെ സ്വഭാവം. തന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ, അതുപോലെ അവരോട് പെരുമാറുന്ന ആളുകളാണ് ഈ 2 സൈക്കിക് നമ്പറുള്ള ആളുകൾ. അതുകൊണ്ട് ഭയങ്കര പീസ് ലവിങ് ആണ്. അതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. കാര്യം ഇവർക്ക് ഇവരുടെ അഭിപ്രായം അങ്ങ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത കാരണം അതൊരു ഇമോഷണൽ സപ്രഷനാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു ചെറിയൊരു പോരായ്മയും കൂടി ഉണ്ട് ആ സപ്രഷൻ കാരണം. അതുപോലെ തന്നെ ഇവർക്ക് നോ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ആരെങ്കിലും ഇവരെ ആശ്രയിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നോ പറയേണ്ടിടത്ത് നോ പറയാൻ ഇവർക്ക് കഴിയില്ല. അതും ഇവരുടെ ഒരു വീക്ക്നെസ്സാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി യെസ് പറയുകയും ചെയ്യും. എന്നിട്ട് ആ നോ പറയാതിരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു വിഷമം, ഒരു സഫോക്കേഷൻ, ഒരു ഇമോഷണൽ ട്രോമ ഇതൊക്കെ അനുഭവിക്കുകയും ചെയ്യും. അതാണ് ഇവരുടെ പ്രത്യേകത. വളരെ മദർലി നേച്ചറുള്ള ആളുകളാണ്. പിന്നെ ഇവർക്ക് ഈ മറ്റുള്ളവരുടെ ഒരു ഫീലിങ്സ് ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവരുടെ പ്രത്യേകത. അത് മാത്രമല്ല, ഈ ക്ഷമിക്കാനുള്ള കഴിവുണ്ടല്ലോ, ഫോർഗിവ്നെസ് എന്ന് പറയുന്ന സാധനം, ഇത് ഇവർക്ക് അപാരമായിട്ടുള്ള ഒരു ഫോർഗിവ്നെസ് ഉള്ള ആളുകളാണ്. നമ്മൾ പറയാറില്ലോ, ആര് ക്ഷമിച്ചില്ലെങ്കിൽ അമ്മ നമ്മളോട് ക്ഷമിക്കുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇവരും നമ്മളോട് പെട്ടെന്ന് ക്ഷമിച്ച് കളയും. എല്ലാം പഴയതെല്ലാം നമ്മൾ എന്ത് ചെയ്താലും അത് മറന്ന് ക്ഷമിച്ച് കളയും. പിന്നെ ഒരു ഡ്രീമേഴ്സാണ് ഇവർ. അതായത് പകൽക്കിനാവ് കാണുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കാണും പകൽ, ഒരുപാട് സങ്കല്പിച്ച് കൂട്ടും, ഇമാജിൻ ചെയ്ത് കൂട്ടും. അങ്ങനത്തെ സ്വഭാവം ഇവർക്കുണ്ട്. പക്ഷേ ഇവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ സത്യത്തിൽ ഇവർക്ക് അതിന് പറ്റിയൊരു പങ്കാളിയും കൂടി വേണം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ ഐഡിയാസൊക്കെ പ്രാക്ടിക്കലി പോസിബിളാക്കാൻ പറ്റും. പക്ഷേ സണ്ണ് അങ്ങനെയല്ല. സണ്ണ്
അതിന് പ്രാക്ടിക്കലാക്കാനുള്ള കഴിവും കൂടി ഉണ്ട്. പക്ഷെ മൂൺ അങ്ങനെയല്ല. മൂൺ ഇങ്ങനെ ഡ്രീം ചെയ്യുള്ളൂ, ഇങ്ങനെ ഇമാജിൻ ചെയ്യുള്ളൂ. കാര്യം നമ്മുടെ മനസ്സാണല്ലോ ഇതെല്ലാം സൃഷ്ടിക്കുന്നത്, ഈ ഇമാജിനേഷൻസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഒരാളൊരു നല്ല പാർട്ട്ണർ കിട്ടുകയാണെങ്കിൽ മാത്രമേ അവർക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് ഒരു പ്രത്യേകത, ഇവർ വളരെ ഷൈ ആണ്, വളരെ നാണം ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ ഭയങ്കര മടിയാണ്. ഇങ്ങനെ അവർ പിന്നോട്ട് നിൽക്കും. അതാണ് ഇവരുടെ ജീവിതത്തിലെ ഒരു പോരായ്മയായിട്ട് മാറുന്നത്. കാര്യം സഹായം ചോദിക്കേണ്ട സമയത്ത് ഇവർ സഹായം ചോദിക്കില്ല, വളരെ ഷൈ ആയിട്ട് മാറി നിൽക്കും. എന്തോ ഒരു വല്ലായ്മയാണ് ഇവർക്ക്. അതൊക്കെ ഇവർ പുറകോട്ടടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവർ മാറ്റി വെക്കണം, അത് സ്വയം മനസ്സിലാക്കണം. എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, സഹായം ചോദിക്കാൻ മടിയാണ്, ഞാനത് ചോദിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം അവർ സ്വയം തീരുമാനിച്ച് നടപടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവർ വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, അമ്മ അങ്ങനെയാണല്ലോ, അതുപോലെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളാണ്, കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ ഈ മൂൺ വളരെ അട്രാക്റ്റീവായിട്ടുള്ള പ്ലാനറ്റാണ്. അതുപോലെ തന്നെ ഇവരും വളരെ ഫിസിക്കലി വളരെ അട്രാക്റ്റീവായ ആളുകളാണ്. പിന്നെ എന്തും വളരെ എസ്തെറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഭയങ്കര കൂടുതലാണ്. അമ്മയാണല്ലോ വീടുകളിലെല്ലാം ഒരുക്കി വെക്കുന്നത്, എല്ലാം ഭംഗിയാക്കുന്നത്, എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്നത്. അതേപോലെ തന്നെ എന്തും ഒരു സൗന്ദര്യാത്മകമാക്കാനുള്ള കഴിവും കൂടി ഇവർക്കുണ്ട്. അതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രശ്നം, ഇവർക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരിക എന്ന് വിചാരിക്കും. ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഈ ഇമോഷൻസ് ഇവർ വളരെയധികം ബാധിക്കും. കാര്യം ഒരു ജീവിതത്തിൽ ഒരു നല്ല തീരുമാനം എടുക്കണം. ഇപ്പോൾ നമുക്കൊരു പുറത്തോട്ട് പോകണം. ഇപ്പോൾ 2-ൽ ജനിച്ച ഒരാളാണ്, ഒരു വിദേശത്ത് പോകണം എന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ഫാമിലി ഏതെങ്കിലും രീതിയിൽ പോണ്ട മോനെ ഞാൻ ഒറ്റയ്ക്കാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും. കുടുംബത്തിന് വേണ്ടിയൊക്കെ എല്ലാം സാക്രിഫൈസ് ചെയ്യും, സുഹൃത്തുക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും. അത് ഇവർക്കൊരു ഇൻറ്റേർണൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അത് ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ബേസിക്കലി നമുക്കറിയാലോ, മൂൺ എന്ന് പറഞ്ഞാൽ വളരെ ചേഞ്ചബിൾ ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്. അപ്പോൾ ഇവർക്കൊരു കൺക്ലൂഷനിലെത്താനുള്ളൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാകും. ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പോരായ്മ ഇവർക്ക് തോന്നും. ഒരു സെൽഫ് ഡൗട്ട് തോന്നും ഇവർക്ക്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എനിക്കത് ചെയ്യാൻ അറിയാവോ, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ടൊക്കെ തോന്നും. അതൊക്കെയാണ് ഇവരെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ വളരെ നല്ല ഒരു പ്ലാനറ്റാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ആളുകളായിരിക്കും, നല്ല സ്നേഹമുള്ള സ്വഭാവമുള്ള ആളുകളായിരിക്കും. ഇതുപോലെയൊക്കെയാണ് മൂണിൻ്റെ പ്രത്യേകത. അപ്പം ഇവർക്കൊരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളാണ്. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ്. മോശം സമയം എന്ന് പറയുന്നത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസങ്ങളാണ്. ആ സമയങ്ങളിലാണ് ഇവർക്കൊരു മെൻ്റൽ സ്ട്രെസ്സ് കൂടാം, ഒരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നാം, ലോകത്തുനിന്ന് ഒറ്റപ്പെട്ടതുപോലെയുള്ളൊരു തോന്നൽ, ഒരു സ്ട്രെസ്സ്, ഒരു ഡിപ്രഷൻ, അങ്ങനെ മാനസികം, ഒരു സൈക്കോളജിക്കൽ ഇംബാലൻസ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഈ സമയത്തങ്ങളാണ്. മൂന്നാം സമയത്ത് വീക്കായിരിക്കും. അതുകൊണ്ട് പിന്നെ ഇവരുടെ ഒരു ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത്, സണ്ണിന് നമ്മൾ റെഡാണ് പറയുന്നതെങ്കിൽ മൂണിന് നമ്മൾ പറയുന്നത് വൈറ്റാണ്. വൈറ്റ് കളേഴ്സാണ് ഇവർക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ വൈറ്റ് കളറുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. വൈറ്റ് കളറുള്ള ഭിത്തി വൈറ്റ് കളറാണെങ്കിൽ നല്ലതാണ്. ഡ്രസ്സ് വൈറ്റ് കളർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. മൊബൈലിൻ്റെ ഒരു സ്ക്രീൻ സേവർ വൈറ്റ് കളറാക്കാം, കവർ വൈറ്റ് കളറാക്കാം, കീ ചെയിൻ വൈറ്റ് കളറാക്കാം, ബോട്ടിൽസ് വൈറ്റ് കളറാക്കാം. വെള്ളം ഇവർ ധാരാളം കുടിക്കുന്നത് നല്ലതാണ്. കാര്യം ഇമോഷൻ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ധാരാളം ഇവർ ഉപയോഗിക്കണം, വെള്ളം ധാരാളം കുടിക്കണം. അതൊരു സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ വൈറ്റ് കളറുകളെല്ലാം ഇവർക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. വൈറ്റ് കളറുള്ള കർച്ചീഫ്, ബെഡ്ഷീറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം. ഇത്രയൊക്കെയാണ് സൈക്കിക് നമ്പർ 2-ൽ ജനിച്ചവരുടെ പ്രത്യേകതകൾ.